UDFന്റെ ഭാഗമാകാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കവുമായി PV അൻവർ. തീരുമാനം ഇന്ന് വൈകിട്ട് ചേരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായേക്കുമെന്നാണ് അറിയുന്നത്. അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ നീക്കം. അൻവർ മത്സരിക്കില്ല എന്നാണ് താൻ വിചാരിക്കുന്നതെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. PV അൻവറിന്റെ വിഷയം കേരളത്തിലെ നേതൃത്വം പരിഹരിക്കുമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. അവിടുത്തെ കാര്യങ്ങളിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ ധരിക്കുന്നത് അദ്ദേഹം മത്സരിക്കില്ല എന്നാണ്. ഞാൻ മത്സരിക്കുക. അദ്ദേഹത്തിന് പിണറായി വിജയനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് ഉള്ളതെങ്കിൽ ആ രാഷ്ട്രീയമല്ലേ അദ്ദേഹം പ്രതിഫലിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കുമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അവസാന അഭയം കേസിയാണ് എന്നാണ് PV അൻവർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അല്ലല്ല ഞാൻ അതിനകത്ത് നമുക്ക് പാർട്ടി UDFന്റേതായ സിസ്റ്റംസ് ഉണ്ട് കേരളത്തിൽ. കോൺഗ്രസ് പാർട്ടിക്കുടേതായ സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് എല്ലാവരുമായിട്ടും കൂടിയാലോചിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എവിടെയെങ്കിലും ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരെല്ലാം അക്കാര്യത്തിൽ ആർക്കും അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പേഴ്സണൽ അജണ്ട ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അതൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് തോന്നുന്നത്. നോക്കാം. അൻവറുമായി ചർച്ചകൾ തുടരും എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെയും പ്രതികരണം. ഈ ഗവൺമെന്റിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അൻവറിൻ്റെ വിഷയത്തിലും അതുതന്നെയാണുള്ളത്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ അൻവറുമായി സംസാരിച്ചു. അൻവർ ഇന്നലെ വേണുഗോപാലുമായി സംസാരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ വേണുഗോപാൽ വിളിച്ചിട്ട് അദ്ദേഹത്തെ കിട്ടിയില്ല. ആ സംസാരം ഞങ്ങൾ തുടരും. ഞങ്ങൾ എല്ലാവരും കൂടി യോജിച്ചു പോകാനാണ് ശ്രമിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിപിൻ C വിജയൻ വിവരങ്ങളുമായുണ്ട്. വിപിൻ, യഥാർത്ഥത്തിൽ PV അൻവറിന്റെ കാര്യത്തിൽ നിലമ്പൂരിൽ നടക്കുന്ന നീക്കങ്ങൾ, ചലനങ്ങൾ എന്തൊക്കെയാണ്? നിലമ്പൂരിന് പുറത്ത് PV അൻവറിന്റെ പ്രതീക്ഷ KC വേണുഗോപാൽ ആയിരുന്നു. KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച നിലവിലെ സാഹചര്യത്തിൽ സംശയമാണ് എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. പക്ഷേ അനുരഞ്ജനത്തിന്റെ പാത അടയ്ക്കാതെ അനുനയം സ്വീകരിച്ചുകൊണ്ട് കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ, ആലോചനകൾ UDFനകത്തും കോൺഗ്രസിനകത്തും സജീവമാണോ? ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണല്ലോ തൃണമൂൽ കോൺഗ്രസിൻ്റേത് ചേരാൻ പോകുന്നത്. അതിനുശേഷമുള്ള തീരുമാനം അൻവറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാകാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ടോ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നുള്ള ഒരു ധാരണയിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDFുമായി ഇനി ഇത്തരത്തിലൊരു ചർച്ച വേണ്ട എന്നുള്ളതാണ് അണികൾക്കിടയിലും അതുപോലെ തന്നെ PV അൻവറിൻ്റെയൊക്കെ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിനെ കാണാനുള്ള ശ്രമം കോഴിക്കോട് വെച്ച് നടത്തിയിരുന്നു. ഇതും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കേരളത്തിലെ നേതാക്കൾ ഒരു തീരുമാനത്തിലെത്തട്ടെ എന്നുള്ളതാണ് KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന തീരുമാനം. എങ്കിൽ പോലും ഒരു അനുരഞ്ജന ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് KC വേണുഗോപാൽ, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ചേർന്നൊക്കെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അസോസിയേറ്റ് അംഗമായി UDFനൊപ്പം നിർത്താം എന്നുള്ളതാണ് ഒരു അവസാന വാക്ക്. എന്നാൽ അത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നിന്ന്, ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് PV അൻവറും തൃണമൂൽ കോൺഗ്രസും പിന്നോട്ട് പോവുകയുള്ളൂ. ഇവിടുത്തെ പ്രവർത്തകരോടുൾപ്പെടെ അങ്ങനെ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. ഒപ്പം മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളൊരു സന്നദ്ധത അത് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ PV അൻവർ തുടരും, PV അൻവർ നിലമ്പൂരിന്റെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. മത്സരിക്കാനുള്ള ആ ഒരു മൂഡിലേക്ക് തൃണമൂൽ കോൺഗ്രസ് നീങ്ങുന്നു എന്നുള്ളത് കൂടിയാണ്. എന്നാൽ ഈ സമവായ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ ഈ മുന്നണി പ്രവേശനം എന്നുള്ള കാര്യത്തിൽ തട്ടി വഴിമുടങ്ങി നിൽക്കുന്നു. ഘട്ടത്തിൽ സംശയമുണ്ടായിരുന്നത് ഈ പ്രതികരണങ്ങളൊക്കെ, ഈ നീക്കങ്ങളൊക്കെ തന്നെ UDFന് മേലുള്ള സമ്മർദ്ദം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. ഇപ്പോൾ അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് പുറത്തു വന്നിട്ടുള്ള ബോർഡുകൾ, ഫ്ലക്സുകൾ, അൻവർ സുൽത്താനാണ്, നിലമ്പൂരിൽ അൻവർ തുടരും എന്നൊക്കെയുള്ള പോസ്റ്ററുകൾ യഥാർത്ഥത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി കൂടി ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഗൗരവമായി ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന ആലോചനകളിലേക്ക് തൃണമൂലിന്റെ നേതൃത്വം കടക്കുന്നുണ്ട് എന്നാണോ നിലമ്പൂരിൽ നിന്ന് വിപിന് മനസ്സിലാകുന്നത്?
തീർച്ചയായിട്ടും അത്തരത്തിലൊരു സമ്മർദ്ദ ശക്തിയായിട്ട് സമ്മർദ്ദം ചെലുത്തുക തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ലക്ഷ്യമുള്ളത്. പക്ഷേ ഇപ്പോൾ അത് അണികൾക്കിടയിൽ ഉൾപ്പെടെ അത് കോൺഗ്രസ് അപമാനിച്ചു. ഏകദേശം 5 മാസമായി നിന്നിട്ടും ഒരു തരത്തിലുള്ള തീരുമാനത്തിലേക്കും എത്തുന്നില്ല. ഇപ്പോഴും ഇന്നലെ PV അൻവർ പറഞ്ഞ ഭാഷയിലാണെങ്കിൽ കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുന്ന അതേ സാഹചര്യം, അതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല, കാണാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ പൂർണ്ണമായും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഒരു അനുമതി കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഇവിടെ മത്സരിക്കാം, കിട്ടുന്ന വോട്ട്, അതായത് PV അൻവർ അതിൻ്റെ ഒരു ശക്തി തെളിയിക്കാം എന്നുള്ളതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഈ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നത്. അതിലൊരു ധാരണയായി കഴിഞ്ഞാൽ നാളെ പ്രവർത്തക സമിതി യോഗമുണ്ട്. നാളത്തെ 10 മണിയോട് കൂടി തന്നെ ഇപ്പോഴത്തെ ഈ ഒരു തർക്കം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നിൽക്കുന്ന ഈ ഒരു പിണക്കം, അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങും. PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവും. അതിനു മുൻപ് അസോസിയേറ്റ് മെമ്പർ ആക്കിയിട്ടെങ്കിലും UDF ഒരു പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ അതിൽ നിന്ന് പിൻവാങ്ങാം, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാം എന്നുള്ള തകൃതിയായ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ കോൺഗ്രസിന്റെ നേതാക്കൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിലും PV അൻവറിനെ ലഭിച്ചില്ല, ഫോണിൽ പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു ചർച്ചകൾ തുടരുമെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ആ ചർച്ചകൾ നടക്കുകയായിരുന്നു. ഇന്നലെ അതിനുപോലുമുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒപ്പം UDFൽ അതൊരു ഭിന്നതയായി വളരുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഒറ്റയ്ക്ക് തന്നെ നിൽക്കാമെന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. GK.